ശ്രീകലയുടെ മനസ്സെനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. മനസ്സിലുള്ളത് മുഴുവൻ ശ്രീകലയ്ക്ക് എന്നോട് തുറന്നു പറയാം. വീട്ടിലാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കേട്ടാൽ സുലോചന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഉള്ള സമാധാനം കളയും. അതുകൊണ്ടാ കുറച്ചു നേരം നമുക്കിവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത്. ശ്രീകലേ, ദേവിക ഒരിക്കലും നിന്നെ മറന്നുകൊണ്ടൊന്നും പ്രവർത്തിക്കില്ല. അത് നീ വിശ്വസിക്കണം. ദേവിക പറയുന്നതിലും കാര്യമുണ്ടെന്ന് നീ തിരിച്ചറിയണം. നീ സമാധാനായിരിക്കുമോളെ. ദേവിക എല്ലാം വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളൂ. ദേവിക ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാനാവില്ല അച്ഛാ. അച്ഛനും ദേവികയും എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരിക്കലും അവനോട്, ആ സിദ്ധാർത്ഥനോട് ക്ഷമിക്കാൻ സാധിക്കില്ല. അവൻ ചെയ്ത ക്രൂരത എനിക്കൊരിക്കലും മറക്കാനാവില്ല. ദേവികേ, നീ ഇപ്പൊ ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഉണ്ടാക്കരുത്. വളരെ കൂളായി ചിരിച്ചുകൊണ്ട് വേണം എന്നോട് പെരുമാറാൻ. ആർക്കും ഒരു സംശയം തോന്നിപ്പിക്കരുത്. എനിക്ക് നിന്നോടൊരു വിഷയം സംസാരിക്കാനുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു വിഷയം എനിക്ക് കേൾക്കണ്ട. ഉടക്കാൻ നിൽക്കരുത് നീ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. നിങ്ങൾ ജയിലിലായിരുന്നില്ലേ? എന്നിട്ടും പഠിച്ചില്ലേ? എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്താ അതിന്റെ ആവശ്യം? ദേവിക, നീ എന്റെ മുന്നിൽ വെറുതെ അഭിനയിക്കരുത്. നിന്റെ മനസ്സ് എനിക്കറിയാം. നിനക്കേറെ വിഷയങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ ഉള്ളില് കുറേ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ നീ ഓരോന്നോരോന്നായി എന്നോട് ചോദിക്ക്. ഞാൻ അതിനെല്ലാം വിശദമായിട്ട് മറുപടി തരാം. എനിക്കൊരു സംശയം ചോദിക്കാനില്ല. ദേവിക, നീ കാരണമാണ് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നെങ്കിലും എനിക്ക് നിന്നോട് ഒരു തരും പോലും ദേഷ്യമില്ല. അതുകൊണ്ടാ
ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അന്വേഷിച്ചു പിടിച്ച് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നേ. നീയും നിന്റെ സഹോദരിമാരും നല്ല കോടീശ്വരന്മാരുടെ കുടുംബത്തിലാ മരുമക്കളായിട്ട് കയറി കൂടിയിരിക്കുന്നത്. നിന്നെ അവരവിടെ ഒരു രാജകുമാരിയെ പോലെയാണ് വാഴിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷേ നീ അവിടുത്തെ രാജകുമാരി അല്ല, എന്റെ രാജകുമാരിയാ. എന്റെ രാജകുമാരിയെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഇതുപോലൊരു ഭ്രാന്തന്റെ ഭാര്യയായി നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല പൊന്നെ. എന്റെ കുട്ടനെ നീ ഭ്രാന്തനെന്ന് വിളിക്കുന്നോ? ഭ്രാന്ത് നിനക്ക്. കുട്ടനെ നിനക്ക് ശരിക്കും അറിയില്ല. ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്കളങ്കനും വെറും സാധുവാ കുട്ടൻ. എടി, ഇതുപോലെ ഒരുത്തനെ കൊണ്ട് നിനക്ക് എന്താടി പ്രയോജനം? കെട്ടുകാഴ്ച പോലെ കൂടെ കൊണ്ട് നടക്കാന്നല്ലാതെ മറ്റെന്തെങ്കിലും ഗുണം നിനക്ക് ഇവനെ കൊണ്ടുണ്ടോ? നിന്നോട് ഇനി സംസാരിച്ചാ എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റും. വിട്. വിട്. ഈ ഫോട്ടോസ് കണ്ടാലേ ഭദ്രനും ദേവികയും തമ്മിൽ അവിഹിതത്തിലാണെന്ന് തോന്നണം. അതൊക്കെ തോന്നു വച്ചാ. അങ്ങനെ തന്നെയാ ഞാൻ അവരുടെ ഫോട്ടോസ് എടുക്കുന്നത്. ഇത് കണ്ടാൽ അമ്മ അവളെ എന്നേക്കുമായി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കണം. മുത്തശ്ശി ദേവിക ചേച്ചിയെ പുറത്താക്കിയിരിക്കും വച്ചാ. അച്ഛൻ നോക്കിക്കോ. മാലകേ, ഒന്ന് ആട്ടിവിട്. എന്തെന്നാ ആട്ടാത്ത? ഒന്നൂടി മാലകേ. മലകേ, 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 ഇതെവിടെയാ? അതെവിടെയാ? ഞാൻ തന്നെ ഈ പാർക്കിൽ വന്നേ. ഇതേതാ ഈ പാർക്ക്? പരിചയമുള്ള ഒരാളെ ഇവിടെ കാണുന്നില്ലല്ലോ. കുട്ടോ,
ഏയ്, നിൽക്ക്. എടീ. ഏയ്, എടീ. ഏയ്. ഏയ്. സിദ്ധാർത്ഥ, സിദ്ധു, ദാ ഇവിടെ ഇവിടെ ഇവിടെ. ഇതാരാ ഇത്? ഇവരാരാ? സിദ്ധു, നീ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? കൂടെ ആരാ ഉള്ളത്? ദേവികയാണ്. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആരാ? നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? ഞാൻ ദേവികയുടെ മുത്തശ്ശനാ. ഇത് ദേവികയുടെ അമ്മയും. ദേവിക? ദേവിക ആരാ? സിദ്ധുവിന് ശരിക്കും ഓർമ്മ കിട്ടിയെന്ന് തോന്നുന്നു. അതാ നമ്മളെയൊന്നും മനസ്സിലാവാത്ത. ഏതായാലും നന്നായി, ദേവികയുടെ പരിശ്രമം വിജയിച്ചല്ലോ. നീ എന്താടാ അഭിനയിക്കുവാണോ? നിനക്ക് ദേവികയെ അറിയില്ലല്ലേ? ഹേയ്, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? എനിക്ക് ദേവിക അറിയില്ല. ഏത് ദേവിക? എവിടത്തെ ദേവിക? അറിയില്ല എനിക്ക്. സിദ്ധുമോനെ, അല്ല, നിങ്ങളൊക്കെ ആരാ? അപ്പോ ഞങ്ങളെ ആരെയും നിനക്ക് പരിചയമില്ല അല്ലേ? ഇല്ല, എനിക്ക് പരിചയമില്ല. അച്ഛാ, ഇവൻ പറയുന്നത് കേട്ടില്ലേ? ശ്രീകലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് ദേവിക അറിയില്ലല്ലേ? നിനക്ക് എന്നെയും അവളുടെയും മുത്തശ്ശനെ അറിയില്ലല്ലേ? ഞങ്ങളെ ആരെയും നിനക്ക് ഓർമ്മയില്ല അല്ലേ? എടാ, ഞങ്ങളെ ആരെയും നിനക്ക് ഓർമ്മയില്ലെങ്കിലും നിനക്ക് മോഹനേട്ടനെ ഓർമ്മ കാണുമല്ലോ. മോഹനേട്ടനോ? അതാരാ? അതെ, നീയേ വണ്ടി ഇടിപ്പിച്ച് കൊന്ന എന്റെ ഭർത്താവ് മോഹനേട്ടൻ. ആ ആളെ നിനക്ക് മറക്കാൻ പറ്റില്ലല്ലോ. നീ കൊന്ന ആളിനെ നിനക്ക് മറക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ കൊന്നോ? ആരെ? ഞാൻ ആരെ കൊന്നേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. എടാ, നിനക്ക് ആരും അറിയില്ലല്ലേ? ശ്രീകല, നീ എന്തായി ചെയ്യുന്നത്? നീ ആരെയും കൊന്നിട്ടില്ലല്ലേ? പറയടാ. സിദ്ധു, സിദ്ധു, എന്താ മോനെ? ഞാനതെവിടെ മുത്തശ്ശ? എനിക്കെന്താ പറ്റിയേ? ഏയ്, മോനൊന്നും പറ്റിയിട്ടില്ല. മാലാക എവിടെ മുത്തശ്ശ? അയ്യോ, മുറിഞ്ഞിട്ട് എനിക്ക് വേദനിക്കണു. ദേ നോക്കിയേ. മോനെ, മാലാക എവിടെ? മുത്തശ്ശ, മാലാക എവിടെ? ദേവിയുടെ ഒപ്പമല്ലേ മോൻ വന്നത്? എന്നിട്ട് അവളെവിടെ? എനിക്ക് മാലാക കാണണം മുത്തശ്ശ. സിദ്ധുവിനെ തനിച്ചാക്കി ദേവി എവിടെ പോവില്ലല്ലോ. മുത്തശ്ശ, മാലാക എവിടെയാ? എനിക്ക് മാലാക കാണണം മുത്തശ്ശ. മാലാക എവിടെയാ? കുട്ടാ, കുട്ടാ. മാലാക, എടീ, നീ എന്റേത് മാത്രം. നീ മറ്റൊരാൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഓടി. വിടാനാ പറഞ്ഞേ. വിടാ. ഏയ്, കുട്ടാ. മാലാക, മാലാക. അച്ഛാ, കുട്ടാ. വിടറ മാലാക, വിട്. പറഞ്ഞേ.
കുട്ടാ, മാലാകെ എന്തേലും പറ്റിയോ? അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? അതെ, മാലാകെ കാണണ്ടായപ്പോ ഞാൻ ഊഞ്ഞാലിന്ന് ഇറങ്ങിയില്ലേ, അപ്പൊ വീണതാ. അയ്യോ, അപ്പൊ എന്റെ നെറ്റ് മുറിഞ്ഞു. കുട്ടായത്തില് മരുന്ന് വെക്കണല്ലോ. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോ. വാ. ആ, അല്ല, അമ്മയും മുത്തശ്ശനും എങ്ങനെ ഇവിടെ വന്നേ? ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയതാ. അപ്പോഴാ ഇതൊക്കെ. മോളെ, തലയിടിച്ചുള്ള വീഴ്ചയിലാണെന്ന് തോന്നുന്നു. സിദ്ധുവിന് പഴയ ഓർമ്മ തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നി. ഞങ്ങൾ കാണുമ്പോൾ സിദ്ധു അവിടെ തനിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ സിദ്ധാർത്ഥ എന്ന് വിളിച്ച് അടുത്ത് നിന്നിട്ടും സിദ്ധു ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല. ദേവിയുടെ മുത്തശ്ശനും അമ്മയാന്ന് പറഞ്ഞിട്ട് പോലും സിദ്ധുവിന് മനസ്സിലായില്ല. കുട്ടന് മുത്തശ്ശനെ അമ്മയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ നേരത്തെ കുട്ടന് ഓർമ്മ വന്നിരിക്കണം. കുട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ട്. പക്ഷെ ആ നേരത്തൊന്നും കുട്ടൻ എന്നെ തിരിച്ചറിയാറേയില്ല. ഭാര്യയാണെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. കൊള്ളാം, കേൾക്കുന്നതൊക്കെ നല്ല വാർത്തയാണല്ലോ. ഓർമ്മ വരുമ്പോഴെല്ലാം അവൻ നിന്നെ തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്താടി അതിന്റെ അർത്ഥം? ഇവന്റെ അസുഖം പൂർണ്ണമായി ഭേദമാകുമ്പോ ഇവൻ നിന്നെ തിരിച്ചറിയില്ല എന്നല്ലേ? എന്തിനാ ദേവികെ നീ നിന്റെ ജീവിതം അതെല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. ഏതായാലും ഭദ്രൻ ഇവിടെ വന്ന് എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് മുത്തശ്ശനും അമ്മയെ ആരോടും പറയണ്ട. സുലോചനാൻ്റെ എങ്ങനെ അറിഞ്ഞാൽ അവരത് പൊന്നാരം തൊട്ട് അറിയിക്കും. മുത്തശ്ശി പിന്നെ എന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. പുറത്തിറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ അപകടത്തിന് പിന്നിലെ സത്യങ്ങൾ കണ്ടെത്താനും കുട്ടൻ്റെ അസുഖം ഭേദാക്കാനും കഴിയാതെ പോകും. ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശ. കുട്ടൻ്റെ മുറിവിൽ മരുന്ന് വെക്കേണ്ടതല്ലേ? അമ്മയോട് സമാധാനമായിട്ടിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. പോട്ടെ, ഞങ്ങൾ പോയിട്ട് വരാമേ. വാ. ടാറ്റാ. അഭിഷേക് എവിടെ പോയി? ഇത്ര സമയത്തും കാണുന്നില്ലല്ലോ. ആ മഞ്ജു പറ. എന്തായി, പണം കിട്ടിയോ? ഇല്ല മഞ്ജു, അഭിഷേക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവനെ കാത്തോടെ നിൽക്കുക. അനീഷേട്ടാ, ഇന്ന് പണം കിട്ടണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവേ. ഇങ്ങനെ അവിടെ വെറുതെ കാത്തിരുന്ന എങ്ങനെയാ? മഞ്ജു, എന്ത് വേണമെന്ന് എനിക്കറിയാം. ദേ, എന്നെ നീ വെറുതെ ടെൻഷൻ ആക്കല്ലേ. ഋഷി എവിടെ ഉണ്ടല്ലോ. അഭിഷേക് ഇല്ലെങ്കിൽ അനീഷേട്ടിന് ഋഷിയോട് പണം ചോദിക്കാലോ. മഞ്ജു, നിന്നോട് മര്യാദയ്ക്ക് ഞാൻ കാര്യം പറഞ്ഞു. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നിന്റെ ഡയറക്ഷൻ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അഭിഷേക് വരട്ടെ, അതുവരെ നീ ഒന്ന് അടങ്ങ്. വെയിറ്റ് ചെയ്തേ മതിയാവൂ, കേട്ടല്ലോ? ദേ, ഇനി നീ എന്നെ എങ്ങോട്ട് വിളിക്കരുത്. വിളിക്കരുതെന്ന് പറഞ്ഞാൽ വിളിക്കരുത്. വിളിച്ച് ശല്യപ്പെടുത്തരുത്, കേട്ടല്ലോ? ഹലോ ഹലോ അനീഷേട്ടാ. ഹലോ മഞ്ജുച്ചി. ആ ഗോപികെ മോളെ, ഞാനിപ്പോ വിളിച്ചത് നിന്നോടൊരു സഹായം ചോദിക്കാനാ. സഹായോ? അതെ, നിനക്കെന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ചേച്ചി കാര്യം പറ. എന്നെ കൊണ്ട് സാധിക്കുന്ന സഹായം ഞാൻ ചേച്ചിക്ക് വേണ്ടി ചെയ്യാം. അത് പിന്നെ മോളെ,
എന്റെ കുടുംബത്തില് ഒരു കല്യാണം നടക്കാൻ പോവുക. എന്റെ കസിൻ സിസ്റ്ററിന്റെ കല്യാണം. അതിന് പോയി പങ്കെടുക്കുന്നതിനും മറ്റു ചെലവുകൾക്കുമായിട്ട് എനിക്ക് കുറച്ച് പണം വേണം. അല്ല ചേച്ചി, അത് പിന്നെ ഞാൻ മോളെ, ഞാൻ നിന്നോട് കടം ചോദിക്കുന്നൊന്നുമല്ല. നിങ്ങൾ എനിക്ക് കടമായിട്ട് 1 രൂപ പോലും തരണ്ട. അനീഷേട്ടന് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്നൊക്കെ കുറച്ച് രൂപ അഡ്വാൻസ് ആയിട്ട് അനീഷേട്ടന് കൊടുത്താൽ മതി. അതിനുവേണ്ടി മോള് ഋഷിയോടൊന്ന് പറയാവോ? അയ്യോ ചേച്ചി, സോറി. ഞാൻ പറയുന്നത് കൊണ്ട് ചേച്ചിക്ക് വിഷമമൊന്നും തോന്നരുത്. ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല ചേച്ചി. ഓഫീസ് കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഋഷിക്ക് അത് ഇഷ്ടപ്പെടില്ല. ഋഷി എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കതിൽ ഉറപ്പുണ്ട്. മോളെ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാൻ ദേവി ചേച്ചിയോടൊന്ന് സംസാരിച്ച് നോക്കാം. ചിലപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിക്കാം. ഇതിപ്പോ വല്ലാത്ത ഗതികേടായി പോയില്ല ഗോപി.